Hi guys. വെൽക്കം ബാക്ക് ടു Our Onam vlog. ഇന്ന് നമ്മൾ പൊളിക്കും കേട്ടോ. ഇന്ന് നമ്മൾ ഫുൾ ഓണം വൈബാണ്. എല്ലാവരും ഉണ്ട്. നമ്മൾ കുറേ പുതിയ ആൾക്കാരുണ്ട്, ഒരു സർപ്രൈസ് ആൾക്കാരുണ്ട് ഇന്ന് വ്ളോഗില്. ജുമാന ഒളിച്ചിരിക്കാതെ മടിച്ചിരിക്കാതെ ഓടിയോ. അപ്പൊ ഞങ്ങൾ എല്ലാരും നിമിഷയുടെ വീട്ടിലാണ് ഇന്ന് കൂടുന്നത്. അപ്പൊ അവിടെ പോയിട്ട് കാണാം. ഇതാണ് നമ്മുടെ കീർത്തിയുടെ മറ്റേ അടിപൊളിയാണ്. ഇന്ന് നമുക്ക് കുറെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് നമ്മൾ തിരിച്ചു വരുന്നതാണ്. അപ്പൊ ശരി, ആ ചെറിയുടെ ഹാപ്പി ഓണം പറഞ്ഞേ. എല്ലാവർക്കും നമ്മുടെ ഹാപ്പി ഓണം എന്ന് പറ. ഓക്കെ അമിച്ചു ഒരു ഹാപ്പി ഓണം പറഞ്ഞേ. അരുണ നീ എന്നാണ് ഉണ്ടാക്കുന്നേ? സദ്യ സ്റ്റൈൽ കൂട്ടുകറി. ഇത് എന്തെങ്കിലും നിന്റെ പൊടിക്കൈ വല്ലതും ഉണ്ടോ? എല്ലാം പൊടികളുണ്ട്. അങ്ങനെ. ആ രാജീവ് ഹാപ്പി ഓണം. അമിച്ചു സേ ഹാപ്പി ഓണം. അമിച്ചു മാറിക്കേ. കീർത്തി എന്താ വല്ല എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു നമ്മുടെ ഇവരുടെ ഫുഡിനെ കുറിച്ച് വല്ലോ? നീ എന്തൊക്കെയാണ് ഉണ്ടാക്കിയേക്കുന്നേ? ഞാൻ ഉണ്ടാക്കിയത് അവിയല്, പിന്നെ മെഴുക്ക് വരട്ടി, പ്ലസ് ഉപ്പേരി. അത് രാജീവായിരിക്കുമല്ലോ. ഉപ്പേരി, പിന്നെ ഉപ്പേരി ചിപ്സ്, പിന്നെ ശർക്കര വരട്ടി പ്ലസ് അച്ചാർ. ഭയങ്കര അല്ലേ, അടിപൊളി. ആമിച്ച എന്നാ ഉണ്ടാക്കിയേക്കുന്നേ? വഴക്കല്ലേ. ഓ രാജീവിന്റെ സാധനങ്ങളൊക്കെ ഓപ്പൺ ആക്കുകയാണ്. സാധനങ്ങളല്ലേ, ഇതാണ് നമ്മുടെ സിംഹളയിൽ എഴുതി വെച്ചേക്കുന്നത്. ഇത് മലയാളമാണോ? ഓ കൂർക്ക മെഴുക്ക് വരട്ടി, ക്യാരറ്റ് ബീൻസ് തോരൻ. പിന്നെ ഇതാണ് നമ്മുടെ അത്തപ്പൂ. ഇവിടെ എല്ലാം ഭയങ്കര നമ്മള് ഇതാക്കാം, വെറുതെ പൂവൊന്നും നശിപ്പിക്കണ്ട. പൂവ് ഒരു ജീവനല്ലേ അല്ലേ. അത് കാരണം ഞങ്ങള് ഡ്യൂപ്ലിക്കേറ്റ് അത്തപ്പൂ മേടിച്ചിരിക്കുകയാണ്. അവിയൽ ഇതാരെ എഴുതിയത്? രാജീവായിരിക്കും അല്ലേ? നല്ല അളിഞ്ഞ അക്ഷരം. ഏത് ഓൺലൈനിൽ നോക്കിയാ? എടാ ഇന്ന് നിമിഷം എന്തൊക്കെയാണോ ഉണ്ടാക്കിയേക്കുന്നേ? അത് എഴുതി വെച്ചിട്ടില്ല. ഒന്നുകൂടെ. മാമ്പഴ പുളിശ്ശേരി, വെള്ളരിക്ക പച്ചടി, ബീറ്റ്റൂട്ട് പച്ചടി, മാമ്പഴ പുളിശ്ശേരി, അത് പറഞ്ഞു. പിന്നെ ഒരു വെറൈറ്റി ചോറാണ് സാധനം. ഇത് നമ്മുടെ നിമിഷയുടെ ഇതാണ് സിഗ്നേച്ചർ സാധനം കേട്ടോ. പിന്നെ ഇത് സനലിന്റെ വക പരിപ്പ് കറി. ഇതെന്താ? അടപ്രഥമൻ. അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങളുമായി നമ്മൾ ഇതാ തിരിച്ചു വരുന്നതാണ്. രാജീവേ കണ്ടോ തെളിവ്? ഇതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. മറ്റവരൊക്കെ റെഡി ആയോന്ന് നോക്കാം. ഓക്കെ, എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആയി മാറും. കുറച്ച് എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആയി മാറും. അത് ഞാൻ കാണിക്കുന്നില്ല. ഡ്രസ്സിന്റെ ഡിസൈനർ ആരാ? ഓക്കെ, അമ്മ ഒരു താങ്ക്സ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ കഥകളി താരം, നാടോടി നൃത്ത സുന്ദരി നിമിഷ സോമൻ. നമുക്കൊരു ഫോട്ടോ എടുത്ത് ഇതിൻ്റെ അകത്ത് വെച്ചാലോ? സന്ധ്യ എങ്ങനെയുണ്ട്? ഫുഡെല്ലാം റെഡിയല്ലേ? നമ്മുടെ ടോപ്പ് ഷെഫ് സന്ധ്യ. ഏതായിരുന്നു നിന്റെ ചാനലിന്റെ പേര്? ഫുഡ് അഡോറ. ഓക്കെ, അച്ചാറ് വിച്ചാർ കച്ചാറ്
Come on. ഇതിന് നമ്മുടെ നേതൃത്വം കൊടുക്കുന്നത് ഡാൽബെറ്റയുടെ ഓണർ ജുമാന നവാസ്, കുച്ചിപ്പടിക്കാരി. സോറി, ഇതെന്തായിരുന്നു നിന്റെ ഇതാരാണ് ഇൻസ്പയർ ആയത്? നീ സുന്ദരി ആയോണ്ടല്ലേ പറയുന്നേ? ആ ഓക്കെ, ഉടുപ്പിച്ചത്. ഇവിടെ ഡെർബിയിലെ പെൺപിള്ളേർക്കൊക്കെ സാരി ഉടുക്കണ ശ്യാമിലി പോകും. ഓക്കെ. സന്ധ്യ, നീ ഇന്ന് എന്തുകൊണ്ട് സാരി ഉടുത്തില്ല? കുട്ടിയുള്ളതുകൊണ്ടോ? ഇവിടെ വന്നിട്ട് കുട്ടീനെ ഞങ്ങൾ നോക്കിയ ആളായിരുന്നല്ലോ. ആ, അതുകൊണ്ടല്ലേ. ശ്യാമണ, ഇത് കാണുന്ന നമ്മുടെ ലക്ഷ്മിക്ക് എന്താണ് പറയാനുള്ളത്? എടാ, നിനക്ക് തീർത്ഥയോടെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇതിനെ തീർത്ഥയോടെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇതിനെടാ തീർത്ഥയോടെ എന്തെങ്കിലും പറയാനുണ്ടോ? ഗേൾസ് 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 ഹാപ്പി വേണം പറ. ഹാപ്പി വേണം. അമിച്ചു ഹാപ്പി. അവനിങ്ങനെ എടുത്തോണ്ട് വന്നേ, അല്ല അവനെ ഇറങ്ങിപ്പോ. നിമിഷ, ഇതെല്ലാം കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഇന്ന് കപ്പിൾസ് എല്ലാവരും ഭയങ്കര മാച്ചിങ് ഡ്രസ് ഇട്ടാണ് വന്നേക്കുന്നത്. കാണുന്നില്ലല്ലേ നിമിഷ വീഡിയോ എടുക്കുന്നു. ഞങ്ങളും ഇതിൻ്റെ അകത്ത് പാർട്ടാണ്. നമ്മള് മെന്റലി സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ, എന്റെ മോഹനാണ്, നമ്മളെല്ലാവരും മെന്റലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും കറക്റ്റായിട്ട് ചെയ്യാട്ടോ പിള്ളേരെ. അതിന്റെ ഇടയിൽ കൂടെ ഒരു ഫോട്ടോ. ജുമായ ഇന്ന് വെള്ളിയാഴ്ച അല്ല, ജുമാ. ആരാ? സനലും അല്ലേ? ഇത് ബ്രൊമാൻസ്. നമ്മുടെ ഇന്നത്തെ ഇത് കലാകാരിയല്ല, എല്ലാവർക്കും ഇന്ന് ഉടുത്തു കൊടുത്ത ആള്. നീ ഡെർബിയില് ആർക്കെങ്കിലും സാരി ഉടുക്കണമെന്ന് പറഞ്ഞാൽ പോവോ? തീർച്ചയായിട്ടും. അതിന് പൊളിറ്റിക്കലി എനിക്കറിയാം, നമ്മളിത് തമാശക്ക് എടുക്കുന്നതാണ്. നിങ്ങൾ സംസാരിച്ചു, നിങ്ങൾ എല്ലാരും അവിടെ പോയി നിന്നോ? ശ്യാമണ, നീ ഫേമസ് ആവും കേട്ടോ. നമ്മുടെ വ്ളോഗിൽ 50 പേരുള്ള വ്ളോഗുള്ള 50 പേരുള്ള വ്ളോഗാ. നീ ഫേമസ് ആവും. ആ പിന്നെ പക്ഷെ ഞാൻ അവിടെ എടുക്കുന്നത്. കമോൺ ഗൈസ്. ഇവിടെ ഭയങ്കര കൺഫ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുഡെല്ലാം, കറികളെല്ലാം ഇവിടെ വിളമ്പിയിട്ടുണ്ടോ എന്ന് നോക്കണം. ഭയങ്കര അലമ്പാണ് പിള്ളേര്. മെയിൻ അലമ്പൻ ഇവനാണ്. അടുത്ത അലമ്പൻ ഇവിടെ നമ്മളെ നാട്ടിൽ നിന്ന് വന്ന എല്ലാം കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടി നമ്മുടെ ശ്യാമണ്ണൻ ഇവിടെ ഉണ്ട്. ആശാൻ. വാഴ, പഴം, അതൊക്കെ ഇവിടെ ഉണ്ട്. സനലും ശ്യാമൊക്കെ. കീർത്തിക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? നമ്മുടെ ഓണം ഭയങ്കര, ഇത് നമ്മുടെ കീർത്തിയുടെ അമ്മയാണ്. ഇതൊക്കെ നമ്മുടെ വ്ളോഗിൽ വരും കേട്ടോ. അയ്യോ, ഇത് കീർത്തിയുടെ അച്ഛൻ. ഇത് കീർത്തിയുടെ മാമൻ അരുണങ്കൾ, മാമി. ഇത് നീ ആരാടി കീർത്തിയുടെ? ജുമാന, നീ ആരാ? ചേച്ചി, കുഞ്ഞമ്മ. സന്ധ്യ, അമ്മൂമ്മ. അമ്മായേ,
ഇത് നമ്മുടെ പഴം ശ്യാം. ഇതിന്റെ ബർത്ത്ഡേയോ? എടുക്ക്. ഇത് അവര് വിളമ്പും. എടുത്തെടുത്തു. രാജീവ് രാജീവ് നല്ല വിഷമമുണ്ട്. ചടങ്ങിന് എപ്പോഴെപ്പോഴും അച്ഛനും വരാറില്ല. വന്നാലും ഓണത്തിന് ആരും ഉണ്ടാവാറില്ല. മതിയുടെ കുറച്ച് ഓരോന്നായിട്ട് വേണ്ടേ? എല്ലാ കറിയും കഴിക്കണം. നല്ല അച്ചാർ കേട്ടോ. അയ്യോ അയ്യോ എനിക്ക് ചോറ് എടുക്കുന്ന വീഡിയോ എടുത്തില്ല. ഫോൺ എവിടെ? അതാ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നേ. ഷോർട്ട് ആയിട്ട് വേറെ ഫോൺ ഉണ്ടോ? ഇതാരുടെ ഫോണാ? ഹാപ്പി ഓണം. കിട്ടിയോ? പരിപ്പ് പിന്നാലെ ഞാൻ കൂടി പപ്പടം. അങ്ങനല്ലടാ, ഓരോരോ കറി വെച്ചിട്ടല്ലേ അങ്ങനെ കഴിക്കുന്നേ. സാമ്പാർ വേണപ്പം. ഇത് ഈ അല്ല മതിയോ ബ്ലോഗർ? കഴിക്കുമ്പോ സംസാരിക്കാൻ നല്ല അവിയല്, നല്ല കൂട്ടുകറി, നല്ല ബീഫ് തോരൻ, നല്ല അച്ചാർ. So this is a short clip of നമ്മുടെ സദ്യ. സോ ഇതാണ് ഞാൻ ആ വീഡിയോയിൽ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ഷോട്ട്. സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് മൈ സദ്യ ഷോട്ട്. വീഡിയോ കണ്ട് മനസ്സിലായിട്ടുണ്ടാവും ഇത് പോട്ട്ലക്ക് ആയിരുന്നു. അപ്പോൾ എല്ലാവരും എന്തൊക്കെയോ ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും കൂടി ഒരു അടിപൊളി സദ്യ ആയിരുന്നു. സോ ഇത് ട്രിവാൻഡ്രം സ്റ്റൈൽ സദ്യ ആയിരുന്നു. സോ നമ്മൾ ബോലി ആൻഡ് പായസം മിസ് ചെയ്തില്ല. പന്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജിത്തേ മോനെ, ഫുഡ് കഴിക്കാൻ തയ്യാറല്ലേ? ഒരു ഹാപ്പി ഓണം പറ. 50 സബ്സ്ക്രൈബേഴ്സ് ഉള്ള നമുക്ക് ഹാപ്പി ഓണം. നമ്മൾ അടുത്ത ഒരു 1 മില്യൺ ആകുമ്പോ ഇത് കാണിക്കും ആൾക്കാർ. ഹാപ്പി ഓണം പറ. ഹാപ്പി ഓണം. I don't like it. കീർത്തി, നിന്റെ ഇത് മറ്റേ നമ്മള് കീർത്തി ബിഹൈൻഡ് ബീഡ്സിന്റെ ഇന്റർവ്യൂവിന് പോകുമ്പോ നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ പറയണ്ടേ? നമ്മുടെ ഫ്രണ്ട്സ്, നമുക്ക് ഇവരുടെ ഫോട്ടോ ഒരു ഫ്ലെക്സ് എടുത്തോണ്ട് പോവാ അല്ലേ? അപ്പൊ എല്ലാവരും കാണിക്കും, കുറെ ഉണ്ടല്ലോ. ഹായ് സുന്ദരി. ചെറിയനെ ഹാപ്പി വേണം.
നമ്മുടെ അടുത്ത ട്രിപ്പ് പിള്ളേരുടെ ഫുഡ് അടിയാണ്. സുധ, are you excited? എക്സൈറ്റഡ് ആണോ ഫുഡ് കഴിക്കാൻ? ഒരു ഇൻട്രസ്റ്റോടെ പറയടാ. അമിച്ചു, വാട്ട് യു വാണ്ട്? വൗ, നൈസ്. കടിച്ചു എടുക്കടാ. ചിക്കൻ കടിക്കുന്ന പോലെ You want to leave? ഈ കുഞ്ഞാവയുടെ ഇവിടെ വെച്ചിട്ടുണ്ട്. വേറെ ഏതാ വെക്കാനുള്ളത്? ഇവിടെ നമ്മുടെ ഫോട്ടോഗ്രാഫർ പരിപ്പ് രജീവേ ഭയങ്കര ചാടി ചാടിക്കുന്നുണ്ടല്ലോ. നമ്മള് പഠിപ്പിച്ചു തന്നെ അതുപോലെ ഒന്നും കേട്ടോ. ചോറ് വേണ്ട, മോരും കുട്ടി കഴിക്കാം. വേണ്ടെന്നല്ലേ പറഞ്ഞേ? രസം കുട്ടി കഴിക്കാം. ശരി, വേണ്ടെന്നല്ലേ പറഞ്ഞേ? അല്ല, ചോറ് അപ്പുറത്തത് കഴിക്കാം. ഇങ്ങനെ കുറേ റീൽസ് ശ്രമിച്ചു നമ്മൾ. അതിൽ കുറച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവുമെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ എല്ലാവരും കൂടി, എല്ലാ ഗേൾസും ഒന്നായിട്ട് ഇരുന്ന് എല്ലാവരും കൂടി ഹാപ്പിലി ഓണം സദ്യ കഴിച്ചു. അപ്പോൾ സദ്യ കഴിച്ചിട്ട് എല്ലാവരും മയങ്ങാനൊരു പ്ലാനായിരുന്നു. പക്ഷെ അതിന് മുമ്പ് ഞാൻ എല്ലാവരെയും വലിച്ച് കൊണ്ടുപോയി ഫോട്ടോ സെഷനിൽ കൊണ്ടുപോയി. ബിക്കോസ് ഞാൻ എൻ്റെ അച്ഛൻ അമ്മേനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മറന്നു. സോ അവരാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഗസ്റ്റ് അറ്റ് ദി സ്റ്റാർട്ടിങ് ഓഫ് ദ വീഡിയോ. സോ അവർ വന്നിട്ടുണ്ട് നാട്ടിൽ നിന്ന് എന്നെ വിസിറ്റ് ചെയ്യാൻ. ഫോർ 3 months they will be here. സോ അവർ വന്നിരിക്കുന്ന കാരണം ഞങ്ങൾ തിരിച്ച് വേഗം ഡാബിയിൽ നിന്ന് തിരിച്ച് റഗ്ബി വന്നു. സോ അതിന് മുമ്പ് ഞങ്ങൾ എടുത്ത ഫോട്ടോഷൂട്ടിൻ്റെ ഫോട്ടോസാണ് ഇതൊക്കെ. So I hope you all like the video. So till we see you all again in another video, take care. See you. Bye.